ഗും ഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സം സരസ്വത്യൈ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 77. ഉപശ്ലോകോൽപ്പത്തിയും ജരാസന്ധ യുദ്ധവും. സൈരന്ധ്യാസ്തദനുചിരം സ്മരാതുരായ യാദോ ഭൂസലളിതമുത്തവേന സാർത്ഥം ആവാസം തദുപഗമോത്സവം സദൈവ ധ്യായന്ത്യാ പ്രതിദിനവാസസജ്ജികായ. തദനു തദനു എന്ന് പറഞ്ഞാൽ പിന്നീട്, ചിരം സ്മരാതുരായ വളരെ കാലം, ചിരം എന്ന് പറഞ്ഞാൽ വളരെ കാലം, ഭഗവാൻ അന്ന് കുബ്ജയുടെ 3 വളവുകളെ തീർത്തു കൊടുത്തതിന് ശേഷം എന്നും ഭഗവാനെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് കുബ്ജ. ചിരം, അതുകൊണ്ടാണ് ചിരം സ്മരാതുരായാഹ, വളരെ കാലമായി കാമപീഡിതയായി, സദായേവ ത്വതുപഗമോത്സവം ധ്യായന്ത്യാഹ, ഏതു സമയത്തും അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഉത്സവത്തെ പോലെ ധ്യാനിക്കുന്നവളും. അങ്ങ് എത്തിച്ചേർന്നാൽ ഉത്സവം, ആ ഉത്സവത്തെ അങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രതിദിനവാസ സജ്ജികായ, പ്രതിദിനം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വാസസജ്ജികയെ പോലെ കാത്തിരിക്കുന്നവളായ സൈരന്ധ്ര്യാഹ ആവാസം സലളിതമുത്തവേന സാർത്ഥം യാതഃ അഭൂഹു. സൈരന്ധ്രിയുടെ ഗൃഹത്തിലേക്ക് ആകർഷകമായ വേഷഭൂഷണങ്ങളെല്ലാം അണിഞ്ഞ് ഉത്തവരോടുകൂടി അങ്ങ് എഴുന്നള്ളി. അടുത്ത ശ്ലോകം നോക്കാം. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദ സംഭ്രമകം പ്രപയോധരാം വിവിധമാനനമാദധതീം മുദാ രഹസിതാം രമയാഞ്ച കൃഷേ സുഖം. ത്വയി ഉപഗതേ പൂർണ്ണമനോരഥാം, അങ്ങ് വന്നു ചേർന്നതോടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കിയവളായി. പ്രമദ സംഭ്രമ കംപ്രപയോധരാം, സന്തോഷത്താലും സംഭ്രമത്താലും ഇളകുന്ന കുജങ്ങളോട് കൂടിയവളായി. വിവിധമാനനം മുദാ ആദധതീം, വിവിധ സൽക്കാരങ്ങൾ പ്രീതിയോടെ ചെയ്യുന്നവളുമായ താം രഹസി സുഖം രമയാഞ്ച കൃഷേ, അവളെ അങ്ങ് വളരെ രഹസ്യമായി സുഖമായി രമിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. പൃഷ്ട്വാവരം പുനരസൗ അവൃണോദ്വരാഗി ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യമസ്ത്വിതി വദേദ്ബുധയേവ കാമം സാമീപ്യമസ്ത്വനിശമിത്യപി നാബ്രവീത്കിം. പുനഃ വരം പൃഷ്ട്വാ വരാഗി അസൗ, പിന്നെ എന്തു വരം വേണമെന്ന് അങ്ങ് ചോദിച്ചപ്പോൾ നിർഭാഗ്യവതിയായ അവൾ ഭൂയഃ നിശാന്തരേഷു ത്വയാ സുരതമേവ അവൃണോത്, വീണ്ടും രാത്രികളിൽ അങ്ങയുടെ സാമീപ്യവും സുരതവും ഉണ്ടാകുവാൻ മാത്രം ആവശ്യപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ കണ്ടാൽ ചോദിക്കേണ്ടത് മുക്തിയാണ്, ഭഗവത് പദപ്രാപ്തിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഭക്തന്മാരായ ഉത്തമ ഭക്തന്മാരായ ആൾക്കാർ, അല്ലെങ്കിൽ ഭക്തിയിൽ ഔന്നത്യം വേണമെന്ന് വിചാരിക്കുന്നവര് മനസ്സിൽ പ്രത്യേകം കരുതേണ്ടതാണ്, ഭഗവാനെ കണ്ടാൽ തുച്ഛങ്ങളായ വിഷയങ്ങൾ ചോദിക്കാതെ ഭഗവാന്റെ സമീപത്തെന്നും വസിക്കാൻ, അല്ലെങ്കിൽ മോക്ഷം, ഭഗവത് പദപ്രാപ്തി ഇത് മാത്രമേ ചോദിക്കാവൂ. ഭഗവാനിൽ എന്നും ഭക്തിയോടെ ഇരിക്കാനുള്ള മനസ്സ് ഉണ്ടാവണം എന്ന് മാത്രമേ ചോദിക്കാവൂ. അല്ലാതെ ചോദിച്ചാൽ എന്താണ് കുഴപ്പം? അതൊക്കെ വീണ്ടും നമ്മൾ അനുഭവിച്ച് അധപ്പതിക്കാനിടയുണ്ട്. അപ്പോൾ ഭഗവാനെ കിട്ടിയിട്ട് പോലും അങ്ങനെ തുച്ഛങ്ങളായ വരങ്ങൾ ചോദിച്ചാൽ നമ്മൾക്ക് അത്രയ്ക്ക് ഉയരത്തിലെത്താൻ സാധിക്കില്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെതായ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കരുതേണ്ടതാണ്. ചോദ്യം മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുക. എപ്പോഴാണ് ഭഗവാനെ കാണുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഭഗവാനോട് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് വരവൊന്നും വേണ്ട എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ നിസ്സാരമായ വിഷയഭോഗങ്ങളൊന്നും ചോദിക്കാതിരിക്കാൻ പ്രത്യേകം കരുതണം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബുധയേവ സായുജ്യമസ്തു ഇതി വദേത് കാമം,
നല്ല ജ്ഞാനമുള്ളവർ മാത്രമേ ഭഗവാനിൽ നിന്ന് സായുജ്യം ഭവിക്കട്ടെ എന്ന് പറയുകയുള്ളൂ. അനിശം സാമീപ്യം അസ്തു ഇതി അപി കിം ന അബ്രവീത്. എപ്പോഴും അങ്ങയുടെ സാമീപ്യം ഉണ്ടാകട്ടെ എന്ന് പോലും അവൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇനിയും അങ്ങ് വല്ലപ്പോഴും ഒക്കെ വന്നെന്നെ ഇതേപോലെ സന്തോഷിപ്പിക്കണമേ എന്ന് മാത്രമേ അവൾക്ക് ചോദിക്കാൻ സാധിച്ചുള്ളൂ. അത്രയ്ക്കേ അവളുടെ മനസ്സ് ഉയർന്നിരുന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം വിചാരിക്കേണ്ടതാണ്. ഭഗവാനെ കിട്ടി എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഭഗവാനെ ദർശിക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് മാത്രമൊന്നും നമുക്ക് ഉയർച്ചയുണ്ടാവുകയില്ല. ഈ വരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധ്രുവന് പോലും അബദ്ധം പറ്റി എന്ന് തോന്നും. പക്ഷേ വേറൊന്നുണ്ട്, നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർന്നിട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ അത് അനുഭവിക്കാനായിട്ട് വീണ്ടും തീർച്ചയായിട്ടും ജന്മമെടുക്കേണ്ടി വരും. ആഗ്രഹപൂർത്തി അനിവാര്യമാണ്. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തതോ ഭവാൻ ദേവനിശാസുകാസുചിത് മൃഗീദൃശം താം ഹൃദം വിനോദയൻ അധാതുപശ്ലോക ഇതി ശ്രുതം സുതം സ നാരദാൽ സാത്വതന്ത്രവിദ്വഭൗ. തഥാ ദേവ ഭവാൻ കാസുചിത് നിശാസു. ഹേ ദേവ, പിന്നീട് അങ്ങ് വീണ്ടും ചില രാത്രികളിൽ മൃഗീദൃശം താം നിഭൃതം വിനോദയൻ, മാൻമിഴികളുള്ള അവളെ നല്ലപോലെ വിനോദിപ്പിച്ചു. ഉപശ്ലോക ഇതി ശ്രുതം സുതം അതാത്, അതിലൂടെ അവൾക്ക് ഉപശ്ലോകൻ എന്നു പേരുള്ള പുത്രനെ നൽകി. സഹ നാരദാത് സാത്വത തന്ത്രവിത്ത് ബഭൗ. അദ്ദേഹം അതായത് ഉപശ്ലോകൻ എന്ന ആ പുത്രൻ നാരദ മഹർഷിയിൽ നിന്ന് പാഞ്ചരാത്ര വിദ്യ എന്ന ശാസ്ത്രം പഠിച്ച് പരമപണ്ഡിതനായി തീർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ക്രൂരമന്ദിരമിതോധബലോത്ഥവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. അഥാ ബലോത്ഥവാഭ്യാം അക്രൂരമന്ദിരമിതഃ. പിന്നീട് ഒരു ദിവസം അങ്ങ് ബലരാമനോടും ഉദ്ധവരോടും കൂടി അക്രൂരരുടെ ഭവനത്തിലേക്ക് ചെല്ലുകയുണ്ടായി. മുദിതേന തേന അഭ്യർച്ചിതഃ ബഹുനുതഃ. അക്രൂരർ സന്തോഷത്തോടെ പൂജിച്ച് സ്വീകരിച്ചു ബഹുമാന പുരസരം സ്തുതിക്കുകയും ചെയ്തു. ബഹുനുത, നുത എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത. കാട്ടിൽ നിന്നും തിരിച്ചു വന്ന വിസൃജ്യ വിപിന, അതായത് കാടുപേക്ഷിച്ച്, വിസൃജ്യ എന്ന് പറഞ്ഞ ഉപേക്ഷിച്ച് തിരിച്ചെത്തിയ പാണ്ഡവരുടെ വാർത്തകൾ അക്രൂരരെ പറഞ്ഞയച്ച് മനസ്സിലാക്കി. തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. അപ്രകാരം തന്നെ ധൃതരാഷ്ട്രരുടെ പ്രവൃത്തിയെയും മനസ്സിലാക്കി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. വിഘാതാജാമാതു പരമസുഹൃദോ ഭോജനിപതേ ജരാസന്ധേരുന്ധത്യനവധിരുഷാന്ധേധ മധുരാം രഥാദ്യൈർയോർലബ്ധൈ കതിപയബലസ്ത്വം ബലയുത ത്രയോവിംശത്യക്ഷൗഹിണി തദുപനീതം സമഹൃദാ. അഥ ജാമാതുഃ പരമസുഹൃദഃ ഭോജനൃപതേഃ വിഘാതാത്. പിന്നീട് തൻ്റെ പുത്രിമാരുടെ ഭർത്താവും ഉറ്റ സുഹൃത്തുമായ ഭോജരാജാവിനെ, അതായത് കംസനെ വധിച്ചതറിഞ്ഞ് ജരാസന്ധേ അനവധിരുഷാ അന്ധേ മധുരാം രുന്ധതി. കോപാന്ധനായ ജരാസന്ധൻ സൈന്യസമേതം വന്ന് മധുരാപുരിയെ ഉപരോധിച്ചു. ജരാസന്ധന്റെ 2 പെൺമക്കളാണ് അസ്ഥിയും പ്രാപ്തിയും. അവരെ രണ്ടുപേരെയും വിവാഹം കഴിച്ചിരുന്നത് കംസനായിരുന്നു. ആ കംസനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിച്ചപ്പോൾ അവര് വിധവകളായല്ലോ. അതിൻ്റെ കോപത്തിലാണ് ജരാസന്ധൻ മധുരയെ ആക്രമിക്കുന്നത്. ദ്യോഹോ ലബ്ധൈരഥാദ്യൈഹി കതിപയബലഃ ത്വം ബലയുതഃ. സ്വർഗത്തിൽ നിന്നും ലഭിച്ച രഥവും ചെറിയ സൈന്യവുമായി ബലരാമനെയും കൂട്ടി അങ്ങ് തദുപനീതം ത്രയോവിംശത്യക്ഷൗഹിണി സമഹൃദാഹ. ജരാസന്ധൻ കൊണ്ടുവന്ന 23 അക്ഷൗഹിണി സൈന്യത്തെയും സംഹരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ബലേന ബലോത്തരം ത്വം
ഭൂയോ ബലോദ്യമരസേന മുമോചിതൈനം നിശേഷദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തതോ ഹി ബലപൗരുഷവാംസ്തദാനീം അഥാ ബലേന ബലാദ് ബദ്ധം ബലോത്തരം ഏനം. പിന്നീട് ബലരാമൻ ബലാത്കാരമായി കെട്ടിയിട്ട അതീവ ശക്തിശാലിയായ അവനെ, അതായത് ജരാസന്ധനെ, ഭൂയഃ ബലോദ്യമരസേന ത്വം മുമോചിത, വീണ്ടും സൈന്യത്തെയും കൂട്ടി വരുമെന്നതിലുള്ള രസത്താൽ മോചിപ്പിച്ചു. അതായത് ഭഗവാന്റെ അവതാരം പ്രധാനമായിട്ടും ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോ ഈ ദുഷ്ടന്മാരെ തേടിപ്പിടിക്കുക എന്നുള്ളത് സജ്ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ദുഷ്ടന്മാരെ അത്രയ്ക്ക് പരിചയം ഉണ്ടാവില്ലല്ലോ. ദുഷ്ടന്മാർക്കാണ് ദുഷ്ടന്മാരെ പരിചയം ഉണ്ടാവുക. അതുകൊണ്ട് ജരാസന്ധൻ ആദ്യം 23 അക്ഷൗഹിണി സൈന്യം, അതിൽ മുഴുവനും അയാളെ പോലെയുള്ള ദുഷ്ടന്മാരായിരുന്നു. അപ്പോൾ ബലരാമൻ ജരാസന്ധനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവനെ വെറുതെ വിട്ടാൽ വീണ്ടും ഉള്ള ദുഷ്ടന്മാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വന്നോളും, നമുക്ക് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, അവൻ ഇങ്ങോട്ട് കൊണ്ടുതരും, നമുക്ക് അവരെ ശരിയാക്കാം, അങ്ങനെ നമ്മുടെ പ്രവൃത്തി കുറെ എളുപ്പമാകും, അതുകൊണ്ട് ജരാസന്ധനെ വെറുതെ വിടാം എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. ഇതിന്റെ ഫലമായിട്ട് വീണ്ടും ജരാസന്ധൻ 23 അക്ഷൗഹിണി തികഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന് വരും. നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാതതഃ, ദിഗ്വിജയം നടത്തി എല്ലാവിധ സൈന്യങ്ങളെയും ശേഖരിച്ചിട്ടുള്ള അവനേക്കാൾ ബലപൗരുഷവാൻ തദാനീം കഹ അന്യഃ ഹി, ബലവും പൗരുഷവുമുള്ളവനായി അക്കാലത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഹൃദയോപി നൃപൈ പ്രണുന്നോ യുദ്ധം ദ്വയാ വ്യഥിത ഷോഡശ കൃത്വയേവം അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഘന്ധ വിഷ്ണോ സംഭൂയ സൈകനവതി ത്രിശതം ദദാനീം. ഭഗ്നഃ സഹ ലഗ്നഹൃദയഃ അപി, പരാജയമടഞ്ഞ നിരാശനും ലജ്ജിതനുമായ ജരാസന്ധൻ നൃപൈഃ പ്രണുന്നഃ ഏവം ഷോഡശകൃത്വഃ ത്വയാ യുദ്ധം വ്യഥിത, 16 തവണ മറ്റു രാജാക്കന്മാരുടെ പ്രേരണയാൽ അങ്ങയുമായി യുദ്ധം ചെയ്തു. തദാനീം വിഷ്ണോ ആ യുദ്ധങ്ങളിൽ അസ്യ സംഭൂയ സൈകനവതി ത്രിശതം അക്ഷൗഹിണീഹി ശിവ ശിവ ജഘന്ധ, അവൻ കൊണ്ടുവന്ന 391 അക്ഷൗഹിണി സൈന്യത്തെയും ശിവ ശിവ അവിടുന്ന് നശിപ്പിച്ചു. അതായത് 16 തവണയായിട്ട് ഓരോ തവണയും 23 അക്ഷൗഹിണി വീതം കൊണ്ടുവരികയാണ്. ഇങ്ങനെ 16 തവണയായപ്പോഴാണ് ഇത്രയും അക്ഷൗഹിണിയായത്. ഇത്രയും ദുഷ്ടന്മാരെ കൊല്ലാൻ ഇവർക്ക് അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല. അങ്ങനെ ഒരു ലാഭമുണ്ടായി ജരാസന്ധന്റെ ഈ ശ്രമം കൊണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ അടുത്ത ശ്ലോകം നോക്കാം. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ദൃഷ്ട്വാ പുരോധയവനം യവനത്രികോട്യാ ത്വഷ്ട്രാവിധാപ്യ പുരമാശു പയോധി മധ്യേ തത്രാധയോഗബലതസ്വജനാനനൈഷി. അസ്യ അഷ്ടാദശേ സമരേ സമുപേയുഷി, അദ്ദേഹം 18ാമത് പ്രാവശ്യവും യുദ്ധത്തിന് വന്ന സമയത്ത് അഥാ യവനത്രികോട്യാ യവനം പുരഃ ത്വം ദൃഷ്ട്വാ, അപ്പോൾ തന്നെ 3 കോടി യവനന്മാരുമായി വന്ന യവനനെ കണ്ടിട്ട് അങ്ങ് പയോധി മധ്യേ ആശു പുരം ത്വഷ്ട്രാവിധാപ്യ, സമുദ്രമധ്യത്തിൽ വിശ്വകർമാവിനാൽ ഒരു പുരം നിർമ്മിച്ചിട്ട്, ദേവന്മാരുടെ ആശാരിയാണ് വിശ്വകർമാവ്, അദ്ദേഹം ദ്വാരക നിർമ്മിച്ചു. അതായത് സമുദ്രമധ്യത്തിൽ ഭഗവാന് പുരം നിർമ്മിച്ചു നൽകി. അഥ സ്വജനാൻ യോഗബലതഃ തത്ര അനൈഷീഹി, പുരം നിർമ്മിച്ചു എന്ന് മാത്രമല്ല മധുരയിലുള്ള എല്ലാവരെയും ഒറ്റ രാത്രി കൊണ്ട് ആ ദ്വാരകയിലേക്ക് മാറ്റി. അഥ സ്വജനാൻ യോഗബലതഃ തത്ര അനൈഷീഹി, പിന്നെ യോഗബലത്താൽ സ്വജനങ്ങളെയെല്ലാം ഇങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. കിടന്നുറങ്ങിയത് അവർ മധുരയിലാണ്, പക്ഷെ ഉണരുമ്പോ ദ്വാരകയിലാണ് എല്ലാവരും. അങ്ങനെയാണ് ഭഗവാന്റെ ആ യോഗസിദ്ധിയുടെ ബലം. അടുത്ത ശ്ലോകം നോക്കാം. പദ്ഭ്യാം ത്വം പദ്മശാലി
ചകിതൈവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേഷേനാനുയാതോ വധസുഹൃതവിഹീനേന ശൈലേന്യലൈഷി സുപ്തേനംഘ്യാഹതേന ദ്രുതമതമുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായസ്മൈ ഗുഹാന്ത സുലളിതവപുഷാ തസ്ഥിഷേ ഭക്തിഭാജേ. പത്മമാലീ ത്വം ചകിതഃ ഇവ പുരാത് നിർഗതഃ പദ്ഭ്യാം ധാവമാനഃ. പത്മമാലി എന്ന് പറഞ്ഞാൽ താമരപ്പൂമാല അണിഞ്ഞ അങ്ങ് ത്വം പേടിച്ച, ചകിത ഇവ, ചകിത എന്ന് പറഞ്ഞാൽ പേടിച്ച, ചകിത ഇവ എന്ന് പറഞ്ഞാൽ പേടിച്ചവനെ പോലെ, പുരാത് മുമ്പില്, കാൽനടയായി, പദ്ഭ്യാം എന്ന് പറഞ്ഞാൽ കാൽപാദങ്ങൾ കൊണ്ട് എന്നാണ്, കാൽനടയായി, നിർഗതഃ പട്ടണത്തിൽ നിന്നും പുറത്തു കടന്ന്, ധാവമാനഃ ഓടുന്നവനായി, വധസുഹൃതവിഹീനേന മ്ലേച്ഛേന അനുയാത അങ്ങയുടെ കൈകൊണ്ട് വധിക്കപ്പെടാനുള്ള സുഹൃതമില്ലാത്തവനായ കാലയവനാൽ പിന്തുടരപ്പെട്ടവനായി. അനുയാത എന്ന് പറഞ്ഞാല് പിന്തുടരുക. വധസുഹൃതവിഹീനേന അങ്ങയാൽ കൊല്ലപ്പെടാൻ, വധിക്കപ്പെടാനുള്ള സുഹൃതമില്ലാത്തവനായതുകൊണ്ട്, മ്ലേച്ഛേഷൻ അതായത് യവനൻ, ശൈലേന്യലൈഷീഹി അങ്ങ് പർവ്വത ഗുഹയിൽ, ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം, ന്യലൈഷി പർവ്വത ഗുഹയിൽ പ്രവേശിച്ചു. സുപ്തേന അവിടെ കിടന്നുറങ്ങിയ മുചുകുന്ദൻ എന്ന രാജാവ്, സുപ്തേന അംഘ്രിയാഹതേന ഉറങ്ങിക്കിടന്ന മുചുകുന്ദനെ, അംഘ്രിയാഹതേന, അംഘ്രി എന്ന് പറഞ്ഞാൽ പാദം, പാദം കൊണ്ട്, ആഹത എന്ന് പറഞ്ഞാൽ ചവിട്ടുക, മുചുകുന്ദേന അസ്മിൻ അഥ മുചുകുന്ദന്റെ നോട്ടത്താൽ, അവൻ അങ്ങനെ ചവിട്ടിയതിന്റെ ഫലമായിട്ട് ഉണർന്ന മുചുകുന്ദന്റെ നോട്ടത്താൽ ആ യവനൻ ഭസ്മീകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ഈ മുചുകുന്ദൻ പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന കാലത്ത് ദേവന്മാർക്ക് സഹായത്തിനായിട്ട് പല രാജാക്കന്മാരെയും ഭൂമിയിൽ നിന്ന് മിടുക്കരായിട്ടുള്ള രാജാക്കന്മാരെ കൊണ്ടുപോകാറുണ്ട്. ദശരഥനുമൊക്കെ അങ്ങനെ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത് ദേവന്മാർക്ക് വിജയം നേടിക്കൊടുത്തവരാണ്. അതുപോലെയുള്ള ഒരു രാജാവാണ് ഈ മുചുകുന്ദൻ. അങ്ങനെ ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരോട് യുദ്ധം ചെയ്ത് വിജയിച്ച് കഴിഞ്ഞപ്പോൾ, അങ്ങയ്ക്ക് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, മോക്ഷം തരാൻ അങ്ങയ്ക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആരുടെയും ശല്യമില്ലാതെ വിശ്രമിച്ചാൽ മതി, ഉറങ്ങിയാൽ മതി, ക്ഷീണം, യുദ്ധം ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടി, പൂർണ്ണമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാനൊരു വരം തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, അങ്ങ് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോളും, ഇനി അതിന് ആരെങ്കിലും തടസ്സം ചെയ്താൽ അവര് അങ്ങയുടെ നോട്ടത്തോടെ ഭസ്മമായി തീരും എന്നൊരു അനുഗ്രഹവും കൂടി നൽകി. അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ മുചുകുന്ദൻ കിടന്നുറങ്ങുന്ന ഗുഹയായിരുന്നു ആ ഗുഹ. ആ ഗുഹയിലേക്കാണ് ഭഗവാൻ പ്രവേശിച്ചത്. ഭഗവാനെ അനുധാവനം ചെയ്ത് പുറകെ എത്തിയിരുന്ന ആ യവനൻ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരാൾ കിടന്നുറങ്ങുന്നു. അത് കൃഷ്ണനായിരിക്കും, കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു സൂത്രമായിരിക്കും എന്ന് യവനൻ വിചാരിച്ചു. അങ്ങനെ മുചുകുന്ദനെ ചവിട്ടാനിടയായി, എണീപ്പിക്കാൻ വേണ്ടി ചവിട്ടിയതാണ്. മുചുകുന്ദൻ ഉണരുകയും ചെയ്തു. ഉണർന്ന് യവനനെ നോക്കിയ മാത്രയിൽ യവനൻ ഭസ്മമായി തീർന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഐക്ഷ്വാകോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷി ഹാ ദേവേതി സ്തുവന്തം വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേസ്തുല്യാഞ്ച ഭക്തിം തുത സകലമലാം മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാവിശുദ്ധ്യൈ തപൈതി ച തദാ പ്രാപ്തലോകപ്രതീര്യൈ. ഹാ ദേവ അഹം ഐക്ഷ്വാകഃ. ഹേ ഭഗവാനെ, ഞാൻ ഇക്ഷ്വാകു വംശത്തിൽ പിറന്നവനാണ്. അഖില നൃപസുഖേ വിരക്തഃ അസ്മി.
രാജകീയമായ എല്ലാ സൗകര്യങ്ങളിലും ഞാൻ വിരക്തനായി തീർന്നവനും ആകുന്നു. തത്പ്രസാദൈകാംക്ഷി, അങ്ങയുടെ പ്രസാദത്തെ മാത്രമാണ് ഞാൻ ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതി സ്തുവന്തം തം വരവിതതിഷു നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ, ഇപ്രകാരം സ്തുതിക്കുന്ന മുചുകുന്ദന് വരങ്ങളിൽ ഒന്നും താല്പര്യമില്ലെന്ന് കണ്ടിട്ട് സന്തുഷ്ടനായ അങ്ങ് തുതസകലമലാം, എല്ലാ മാലിന്യങ്ങളും നശിപ്പിച്ചിട്ട് മുക്തേഹേ തുല്യാം ച ഭക്തിം ആശു മോക്ഷമപി ദത്വാ, മോക്ഷതുല്യമായ ഭക്തിയെയും മോക്ഷത്തെയും വേഗത്തിൽ കൊടുത്തിട്ട് ഹിംസാവിശുദ്ധ്യൈ തപഃ കാര്യം ഇതി ച ലോകപ്രതീത്यै തഥാ പ്രാർത്ഥ, ഹിംസാദോഷം നീങ്ങുവാൻ തപസ്സു ചെയ്യണമെന്ന് ലോകവിശ്വാസത്തിനായി അങ്ങ് ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തദനു മധുരാം ഗത്വാ ഹത്വാ ചമൂം യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈ പുരേവ നിവാരിത, ചരമവിജയം ദർപ്പായസ്മൈ പ്രദായ പലായിതോ ജലധിനഗരീം യാതോ വാതാലയേശ്വര പാതി മാം. തദനു മധുരാം ഗത്വാ യവനാഹൃതാം ചമൂം ഹത്വാ, അതിനുശേഷം ഭഗവാൻ മധുരാ നഗരിയിലേക്ക് ചെന്നിട്ട് കാലയവനൻ കൊണ്ടുവന്ന സൈന്യത്തെ വധിച്ചു. മാർഗേ പുരായിവ മഗധപതിനാ സൈന്യൈഹി നിവാരിതഃ, വഴിയിൽ പണ്ടത്തെ പോലെ മഗധപതി അതായത് ജരാസന്ധൻ സൈന്യത്തെയും കൊണ്ട് അങ്ങയുടെ വഴി തടഞ്ഞു. ദർപ്പായ അസ്മൈ ചരമവിജയം പ്രദായ, ദർപ്പായ അഹങ്കരിച്ചു കൊള്ളട്ടെ, അവന്റെ അഹങ്കാരം വർദ്ധിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അഹങ്കാരം അതിൻ്റെ ഔന്നത്യത്തിൽ എത്തുമ്പോഴുണ്ടാവുന്ന വീഴ്ചയാണ് ഭയങ്കരമാവുക. അതിനുവേണ്ടി ജരാസന്ധന്റെ അഹങ്കാരം വർദ്ധിക്കട്ടെ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എന്ന മട്ടിൽ അവന് വിജയം നൽകിയിട്ട് ചരമവിജയം പ്രദായ പലായിത, അങ്ങ് പിന്തിരിഞ്ഞോടി, പേടിച്ചോടുന്നവനെ പോലെ തോറ്റവനെ പോലെ അഭിനയിച്ചു. ജലധിനഗരിയും യാതഹ, ദ്വാരകയിൽ എത്തിച്ചേരുകയും ചെയ്തു. വാതാലയേശ്വര മാം പാഹി, അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഭഗവാനെ, എല്ലായ്പ്പോഴും വിജയശ്രീ ലാളിതനാവുന്ന അങ്ങ് ചില അവസരങ്ങളിൽ ശത്രുവിൻ്റെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയും ചില ലീലകൾ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം ഇവിടെ സമാപിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.